മക്കളെ, എല്ലാവർക്കും എക്സാമിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. ഇവിടെ മക്കളെ, നമ്മുടെ SLC ക്രിസ്മസ് പരീക്ഷയിലെ നമ്മുടെ ടി പത്മനാഭൻ എഴുതിയ മനോഹരമായ കഥയാണ് മണ്ണും മനുഷ്യനും. അപ്പോൾ ഈ കഥയുടെ ആസ്വാദന കുറിപ്പാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സെറ്റാക്കാൻ പോകുന്നത്. നമുക്കറിയാം, കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത ഈ കാലഘട്ടത്തിൽ, പ്രകൃതിക്ക് യാതൊരുവിധ പ്രാധാന്യം കൊടുക്കാത്ത ഈ കാലഘട്ടത്തിൽ പ്രകൃതിയെയും കുടുംബത്തെയും നമ്മൾ മാറ്റി നിർത്തുകയാണ്. ഈ കാരണങ്ങളാൽ അസ്വസ്ഥരാകുന്ന മനുഷ്യരാണ് കൂടുതലും. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് പ്രകൃതിയും കുടുംബവും ഒരേപോലെ ചൂഷണങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അപ്പോൾ പ്രകൃതിയെ എതിർക്കുന്നവരുമുണ്ട്, പ്രകൃതിയെ ദ്രോഹിക്കുന്നവരുമുണ്ട്, എന്നാൽ പ്രകൃതിയെ ചേർത്ത് പിടിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ വർത്തമാന കാലഘട്ടത്തിൽ, ഇന്നത്തെ സമകാലിക കാലഘട്ടത്തിൽ വളരെയധികം ചർച്ചാ വിഷയമാകുന്ന രണ്ട് വിഷയങ്ങളാണ് പ്രകൃതിയും കുടുംബ ബന്ധവും. അപ്പോൾ ഈ പ്രകൃതിയും കുടുംബ ബന്ധവും ഒരേപോലെ അർത്ഥപൂർണമായി എഴുതിയിരിക്കുന്ന ടി പത്മനാഭൻ്റെ മനോഹരമായ കഥയാണ് ഏതു മക്കളെ? മണ്ണും മനുഷ്യനും. ഇപ്പോൾ ഈ ക്ലാസ്സിലെ മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന കഥയുടെ ആസ്വാദന കുറിപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചിലപ്പോൾ എക്സാമിന് ചോദ്യം പ്രതീക്ഷിക്കാം. മണ്ണും മനുഷ്യനും എന്ന കഥയുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഒരു പക്ഷേ പുറത്തു നിന്നും ഏതെങ്കിലും ഒരു കഥയോ കവിതയായിരിക്കാം നിങ്ങൾക്ക് ആസ്വാദന കുറിപ്പിനായി വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പാഠഭാഗമാണ് മണ്ണും മനുഷ്യനും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലെ നമ്മുടെ മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന കഥയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആസ്വാദന കുറിപ്പിന് തലക്കെട്ട് കൊടുക്കണം. അത് നിങ്ങൾ പാഠഭാഗത്ത് തലക്കെട്ടായാലും മതി. അപ്പോൾ ഏത് കൊടുക്കാം നമുക്ക്? മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന ഒരു തലക്കെട്ട് നിങ്ങൾ കൊടുക്കുക ആസ്വാദന കുറിപ്പിന്. ആ പാഠത്തിൻ്റെ പേര് തന്നെ ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ പാഠഭാഗവുമായി ബന്ധപ്പെടുത്താവുന്ന ഒരു പേര് കൊടുത്താലും തലക്കെട്ട് കൊടുത്താലും ഇവിടെ പ്രശ്നമില്ലെന്നതാണ് വസ്തുത. അപ്പോൾ മണ്ണും മനുഷ്യനും എന്ന് പറയുന്ന തലക്കെട്ട് സാറ് കൊടുത്തു. ഇനി നമുക്ക് ആമുഖം വേണമല്ലേ? ആമുഖത്തിലൂടെ വേണം നമുക്ക് അടിപൊളിയായിട്ട് തുടങ്ങാൻ. ആരെഴുതി, എഴുത്തുകാരൻ്റെ പേരേതാണ്, ഏത് കൃതിയിൽ നിന്നാണ്, ഈ കഥയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നമ്മൾ ആസ്വാദന കുറിപ്പിൽ വ്യക്തമായി ആമുഖത്തിൽ സൂചിപ്പിച്ചിരിക്കണം. അപ്പോൾ ഈ ആസ്വാദന കുറിപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് മക്കളെ? ആദ്യം തലക്കെട്ട് കൊടുക്കണം, ആമുഖം വേണം, പിന്നെ പാരഗ്രാഫ് എഴുതിയിരിക്കണം, ആശയങ്ങൾ വേണം, അതിന് സന്ദേശങ്ങൾ മാതൃക വേണം, അവസാനം ഉപസംഹാരം വേണം. മനോഹരമായ ഭാഷയിൽ പാരഗ്രാഫ് തിരിച്ചു വേണം എക്സാമിന് നമ്മൾ സമീപിക്കേണ്ടതായിട്ടുള്ളത്. അത് മറന്നു പോകരുത് കേട്ടോ. നോക്കാം. ചെറുകഥകൾ മാത്രം എഴുതി കഥാലോകത്തും സാഹിത്യ ചക്രവാളത്തിലും ശോഭിക്കുന്ന നക്ഷത്രമായി ടി പത്മനാഭൻ പ്രകാശം പരത്തുന്നു. ഇപ്പം കഥകൾ മാത്രം എഴുതിയ, കഥകൾ കൊണ്ട് മലയാള സാഹിത്യം സമ്പന്നമാക്കിയ ഒരു എഴുത്തുകാരനാണ് ആര് മക്കളെ? നമ്മുടെ ടി പത്മനാഭൻ. 200ഓളം കഥകൾ രചിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഒട്ടെല്ലാ ഭാഷകളിലേക്കും അദ്ദേഹത്തിൻ്റെ കൃതികൾ വിവർത്തനം ചെയ്തിട്ടുമുണ്ട്. ഇപ്പം ഇന്ത്യയിലെ അനവധി ഭാഷകളിലേക്ക് തൻ്റെ കഥകൾ വിവർത്തനം ചെയ്ത അതുല്യനായ കഥാകാരനാര്? നമ്മുടെ ടി പത്മനാഭൻ. എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ കൃതികൾ, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ലളിതാംബിക അന്തർജനം അവാർഡ് തുടങ്ങിയവ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒരുപാട് അവാർഡുകളും നേടിയെടുത്ത എഴുത്തുകാരനാര്? ടി പത്മനാഭൻ. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, കേരള സാഹിത്യ അവാർഡാണ്. ഒട്ടനവധി അവാർഡുകൾ തൻ്റെ കഥയിലൂടെ നേടിയെടുത്തവനാണ് ആര്? ടി പത്മനാഭൻ. ഇപ്പം എഴുത്തുകാരനെ കുറിച്ച് ആദ്യം തന്നെ നിങ്ങൾ ആസ്വാദന കുറിപ്പിൽ എഴുതിയിരിക്കണം, നിർബന്ധമാണ്. അദ്ദേഹത്തിന് അവാർഡുകൾ എഴുതിയാലും അതിക്ഷേമം തന്നെയാണ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി, മകൻ സിംഗിൻ്റെ മരണം സാക്ഷി, പെരുമഴ പോലെ, കാലഭൈരവൻ, ഗൗരി, കടൽ തുടങ്ങിയ പ്രമുഖ കഥാസമാഹാരങ്ങളുടെ രചയിതാവാണ് ഇദ്ദേഹം. അദ്ദേഹത്തെ കുറച്ച് കൃതികൾ നിങ്ങൾക്ക് എഴുതിയാൽ അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. കഥകൾക്കിടയിൽ, യാത്രകൾക്കിടയിൽ എന്നീ സ്മരണകളും അദ്ദേഹത്തിൻ്റെ ആയിട്ടുണ്ട്. കവിത പോലെ ലളിത സുന്ദരമാണ് കഥകൾ. കവിത പോലെ സുന്ദരമാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ എന്ന് പറയാം. അത്രയും മനോഹരമാണ്. അഗാധമായ ജീവിത നിരീക്ഷണവും പ്രശാന്തമായ ഭാവിയും ശുഭപ്രതീക്ഷകളും കൊണ്ട് സമ്പന്നമാണ് കഥകൾ. ആസ്വാദക മനസ്സ് ജീവിക്കുന്ന കഥകൾക്ക് പൊങ്ങച്ചങ്ങളില്ല. ലളിതവും സുന്ദരവുമാണ് ആവിഷ്കാരം. ലളിതവും സുന്ദരമായി എപ്പോഴും വായനക്കാരൻ്റെ മനസ്സിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കഥകളാണ് ആരെഴുതിയത്? നമ്മുടെ ടി പത്മനാഭൻ എഴുതിയിരുന്നത്. നിങ്ങളെ എനിക്കറിയാം എന്ന കൃതിയിലെ കഥയാണ് മണ്ണും മനുഷ്യനും അല്ലേ? അപ്പം നിങ്ങളെ എനിക്കറിയാം എന്ന കൃതിയിലെ കഥയാണ് മണ്ണും മനുഷ്യനും. KU നായരും എഴുത്തുകാരനും കഥാപാത്രങ്ങളായി വരുന്ന, പ്രകൃതിയോട് സ്നേഹിക്കുന്നൊരു മനുഷ്യനും പ്രകൃതി നശിപ്പിക്കുന്നൊരു മനുഷ്യനും കഥാപാത്രമായി വരുന്ന കഥയാണ് മണ്ണും മനുഷ്യനും. പേരുപോലെ മണ്ണും മനുഷ്യനും തന്നെയാണ് പ്രധാന കഥാപാത്രങ്ങൾ. കഥാകൃത്തും KU നായരും വായനക്കാരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. അപ്പോൾ കഥാകൃത്തും KU നായരും കഥാപാത്രങ്ങളായി വരികയാണ് നമ്മുടെ കഥ
കഥയിൽ. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ കഥയിൽ ഓർമ്മയുണ്ട് മക്കളെ? നമ്മളെ കൊച്ചിയിലെ ജീവിതം അവസാനിപ്പിച്ച് തൻ്റെ വിരമിച്ച് റിട്ടയർ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി ഒരു പ്രശാന്ത സുന്ദരമായ ഗ്രാമീണ ഭംഗിയിൽ വീട് വെച്ച് താമസിക്കുകയാണ് ആരെയും നമ്മുടെ എഴുത്തുകാരൻ. കിളികളൊക്കെ കണ്ട്, സായാഹ്ന സൂര്യനെ കണ്ട്, ഒരു ചായയൊക്കെ കുടിച്ച്, ബുക്കൊക്കെ വായിച്ച്, മരങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പ്രകൃതിയോട് ഇണങ്ങി കഞ്ഞിയും പയറും കടുമാങ്ങ അച്ചാറൊക്കെ കഴിച്ച് ജീവിക്കുന്ന പ്രകൃതി സ്നേഹിയായ എഴുത്തുകാരനും എന്നാൽ വലിയ ബംഗ്ലാവ് പണിത് മരങ്ങളും എല്ലാം വെട്ടിമാറ്റി അവിടെ ഇൻ്റർലോക്കുകളും ടൈൽസും ഒക്കെ വെച്ച് വലിയ ബംഗ്ലാവ് പണിത് അവസാനം മക്കളാൽ ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് ജീവിക്കുന്ന പ്രകൃതി നിഷേധിയായ കഥാപാത്രമായ കെ.യു. നായരുമുള്ള കഥയാണ് മണ്ണും മനുഷ്യനും. ഈ രണ്ട് കഥാപാത്രങ്ങളും നമുക്ക് തരുന്ന പാഠം എന്താണ് മക്കളെ? ഒന്ന്, പ്രകൃതിയെ സ്നേഹിക്കണം, മറ്റ് പ്രകൃതിയെ ദ്രോഹിക്കരുതെന്ന പാഠങ്ങളൊക്കെ ഈ പാഠഭാഗം തരുന്നുണ്ട്. കഥാകൃത്ത് കൊച്ചിയിലെ ഓഫീസിൽ നിന്നും പെൻഷൻ പറ്റി ജന്മദേശത്ത് ശിഷ്ടജീവിതം നയിക്കുവാനെത്തുന്നു. സായന്തനത്തിലാണ് കഥ ആരംഭിക്കുന്നത്. സായാഹ്നം വൈകുന്നേരമാണ് കഥ ആരംഭിക്കുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള കവിയുടെ കവിതാ പുസ്തകവും എടുത്ത് വായിക്കുവാൻ മുറ്റത്തെത്തുന്നു. ഇപ്പം നമ്മുടെ എഴുത്തുകാരൻ ഇഷ്ടപ്പെട്ട കവിയുടെ പുസ്തകവും എടുത്ത് വായിക്കാൻ മുറ്റത്തെത്തുകയാണ് സായാഹ്നത്തിൽ. പ്രശാന്ത സുന്ദരവും നൈസർഗിക തെളിമയും ഒത്തുണങ്ങിയ നാട്, മനോഹരമായ ഗ്രാമമാണ് എഴുത്തുകാരൻ്റെ വീട് എന്ന് പറയുന്നത്. വൃക്ഷലതാദികൾ കൊണ്ട് സമ്പന്നമായ വീടും പരിസരവും, ഒരുപാട് വൃക്ഷങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ എഴുത്തുകാരൻ്റെ വീടും പരിസരവും എന്ന് പറയുന്നു. പിന്നീട് നിരവധി പേർ ആ ഭാഗത്ത് വീട് വെച്ച് താമസമായി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സമ്പന്നയായ വിദേശ മലയാളി വിശാലമായ പറമ്പിൽ ഒരു ബഹുനില മന്ദിരം പണിതുയർത്തി. ബഹുനില മന്ദിരം ആരാണ്? നമ്മുടെ കെ.യു. നായർ. അപ്പോൾ ആ മനോഹരമായ സ്ഥലത്ത് കൊച്ചിയിലെ ജീവിതം അവസാനിപ്പിച്ചിട്ട് താമസമാക്കുകയാണ് ആരെ? നമ്മുടെ എഴുത്തുകാരൻ. അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ അതാ കെ.യു. നായർ വരുന്നു. ഗൾഫിൽ നിന്നും പൂത്ത പണവുമായിട്ട്. ബിസിനസ്സാണല്ലേ, ബിസിനസ് മലയാളിയാണ്. അദ്ദേഹം ഒരു ബംഗ്ലാവ് പണിയുന്നു. ഏതുപോലെ? ആ ഭൂതം മിനിറ്റുകൾ കൊണ്ട് അറബിക്കഥയിൽ മണിമാളിക പണിത് കൊടുത്ത പോലെ ആഴ്ചകൾ കൊണ്ട് ഇവിടെ ഒരു വലിയ ബഹുനില മാളിക, വലിയ കെട്ടിട ബംഗ്ലാവ് കൊട്ടാരം ആര് പണിയുകയാണ്? നമ്മുടെ കെ.യു. നായർ. എങ്ങനെ? ആ മരങ്ങളൊക്കെ പിഴുതു മാറ്റി പ്രകൃതി ഇല്ലായ്മ ചെയ്തുകൊണ്ട് കൃത്രിമമായ സുഖസൗകര്യങ്ങൾ, സ്വാർത്ഥത അവിടെ പണിതെടുക്കുകയാണ്. ആഡംബരപൂർണമായ ആ ബംഗ്ലാവിൽ ഗൃഹനാഥൻ മാത്രമാണ് താമസത്തിനുള്ളത്. ഒരാൾക്ക് വേണ്ടി എത്ര വലിയ വീടാ! തൻ്റെ മക്കളുടെ മക്കൾ പേരക്കുട്ടികളുമായിട്ട് ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിയാണ് കെ.യു. നായർ അവിടെ ബംഗ്ലാവ് പണിതത്. പക്ഷേ അവസാനം ഇയാളെ മക്കൾ ഒറ്റപ്പെടുത്തുന്നു. ആ സങ്കടത്തിൽ വീട് വിട്ടിറങ്ങുന്ന കഥാപാത്രമായി ആര് മാറുകയാണ്? കഥാന്ത്യത്തിൽ നമ്മുടെ കെ.യു. നായർ മാറുകയാണ്. അത്തരത്തിൽ ഒരാൾക്ക് താമസിക്കാൻ വേണ്ടി വലിയ ബംഗ്ലാവ് പണിയുന്നു. ആഡംബരതയുടെ, സ്വാർത്ഥതയുടെ, പൊങ്ങച്ചത്തിൻ്റെ പ്രതീകമായി ആര് മാറുന്നു? നമ്മുടെ കെ.യു. നായർ മാറുന്നു. ഭാര്യ നേരത്തെ മരിച്ചുപോയി. 2 ആൺമക്കൾ അമേരിക്കയിൽ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. കെ.യു. നായരുടെ സ്വപ്ന ഭവനത്തിൽ മക്കളോടും മരുമക്കളോടും ശേഷിച്ച കാലം സന്തോഷത്തോടെ ജീവിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നു. അല്ലേ? മക്കളോടും മരുമക്കളോടും ഈ ഭവനത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ ആരാഗ്രഹിക്കുകയാണ്? കെ.യു. നായർ ആഗ്രഹിക്കുകയാണ്. പരിസരവാസികളോട് അടുപ്പം പുലർത്താത്ത കെ.യു. നായർ കഥാകൃത്തിനോട് സൗഹൃദം കാണിക്കുന്നുണ്ട്. പരിസരവാസികളോട് അത്രയധികം സ്നേഹത്തിലല്ല ആര് താമസിക്കുന്നത്? നമ്മുടെ കെ.യു. നായർ താമസിക്കുന്നത്. ഹൃദയം തുറന്ന് സംസാരിക്കുന്നുമുണ്ട്. മക്കൾ ഇരുവരും പഠനത്തെ തുടർന്ന് ജോലി കണ്ടെത്തി ശേഷിച്ച കാലം അമേരിക്കയിൽ ചെലവഴിക്കാൻ തീരുമാനിക്കുന്നു. മക്കളെ അവസാനം അച്ഛനെ ഉപേക്ഷിക്കുകയാണ്. നമ്മുടെ കെ.യു. നായർ ഉപേക്ഷിക്കുകയാണ്. കാരണം എന്താ? മക്കൾക്ക് കെ.യു. നായർ എല്ലാ സൗകര്യങ്ങളും കൊടുത്തു, പണവും വിദ്യാഭ്യാസവും കൊടുത്തു, പക്ഷേ ഉപദേശം കൊടുത്തില്ല. അവസാനം മക്കള് കെ.യു. നായരെ എന്ത് ചെയ്യുകയാണ്? ആ വലിയ കൊട്ടാരത്തെ തനിച്ചാക്കുകയാണ്. അമേരിക്കയിൽ നിന്നും എൻ്റെ നാട്ടിലേക്ക് ഒരു തിരിച്ചു വരവില്ല എന്ന് മക്കൾ പറയുന്നു. മക്കളാൽ ഒറ്റപ്പെട്ട, തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്ന ഒരു കഥാപാത്രമായി ആര് മാറുന്നു? ഇവിടെ നമ്മുടെ കെ.യു. നായർ മാറുന്നു. അതറിയിച്ചതോടെ കെ.യു. നായരുടെ ആഗ്രഹങ്ങൾ വെണ്ണീറായി. സങ്കടങ്ങൾ പുറത്ത് ഏങ്ങലടിച്ച് കരഞ്ഞു പോകുന്നു. മക്കൾ ഇരുവരും വിവാഹം കഴിച്ച് അമേരിക്കയിൽ ജീവിതം തുടങ്ങി. അപ്പോൾ മക്കൾ കെ.യു. നായരെ നോക്കാതെ അമേരിക്കയിൽ ജീവിതം നയിക്കുകയാണ്. അത്തരത്തിൽ സാമൂഹ്യ ബന്ധങ്ങൾക്ക്, കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്തതിൻ്റെ ഒരു വലിയ ചിന്ത കൂടി ഈ പാഠഭാഗത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് എൻ്റെ മക്കൾ എഴുതാൻ കേട്ടോ. ഈ 2 കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് ഇനി നാട്ടിലേക്ക് വരാൻ ഉദ്ദേശമില്ല. കെ.യു. നായരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി കഥാകൃത്ത് പലതും പറഞ്ഞു നോക്കി. കെ.യു. നായർ ആശ്വസിപ്പിക്കാൻ വേണ്ടി കഥാകൃത്ത് പലതും പറഞ്ഞു. സാരമില്ല, പോട്ടെ, നിങ്ങൾ സഹിക്കുക, മക്കളൊക്കെ ഇങ്ങനെ ആയ നമ്മളെ കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ കെ.യു. നായരുടെ കഥാവസാനത്തിൽ നാട് വിട്ടു പോവുകയാണ്.
അടുത്ത ദിവസം പ്രഭാത സവാരി കഴിഞ്ഞ് മടങ്ങുമ്പോൾ KU നായരുടെ കെയർടേക്കർ പെട്ടെന്ന് ഇറങ്ങി വന്നു. തലേ രാത്രി KU നായർ ഒന്നും പറയാതെ വീട് വിട്ടിറങ്ങി. ഒന്നും പറയാതെ എങ്ങോട്ടേക്കോ KU നായർ യാത്ര പോയെന്ന് KU നായരുടെ വീട്ടുവേലക്കാരൻ വന്ന് പറയുകയാണ് എഴുത്തുകാരനോട്. മക്കളാൽ ഒറ്റപ്പെട്ട വിഷമം പേറുന്ന ഒരു പിതാവിൻ്റെ രോദനം അനുഭവം ഇവിടെ കാണാം. മക്കളെ, പ്രകൃതിയെ നശിപ്പിച്ച വ്യക്തിയാണ് ആര്? KU നായർ. അവസാനം പ്രകൃതി തന്നെ മറുപടി കൊടുത്തു. മക്കളാൽ ഒറ്റപ്പെട്ട വിഷമം അനുഭവിക്കുന്ന പിതാവായി KU നായർ മാറുന്നു. എന്നും മടങ്ങി വരും എന്നും പറഞ്ഞിരുന്നില്ല. ആകസ്മികമായ ആ സംഭവങ്ങൾ കഥാകൃത്തിനെ വിഷമിപ്പിച്ചു. ആകസ്മികമായ സംഭവങ്ങളെ എഴുത്തുകാരനെ വിഷമിപ്പിച്ചു. തന്നെ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയായിരുന്നു ആര്? എഴുത്തുകാരനെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു ആര്? KU നായർ. പക്ഷേ അവസാനം സ്വാർത്ഥത മൂലം, തൻ്റെ പണത്തിനുള്ള ഭ്രമം മൂലം മക്കളാൽ ഒറ്റപ്പെട്ട പ്രകൃതിയെ നശിപ്പിച്ചതിന് ശിക്ഷ ഏറ്റുവാങ്ങിയ കഥാപാത്രമായി KU നായർ ഇറങ്ങിപ്പോകുന്ന വഴി നമ്മുടെ കഥയും അവസാനിക്കുന്നു. വ്യവസായിയും വിദേശ മലയാളിയുമായ KU നായർ ഈ കഥയിലെ വേറിട്ട കഥാപാത്രമായി ജീവിക്കുന്നു. സമ്പന്നനായ അയാൾക്ക് വീട് ആർഭാടത്തിൻ്റെ അവസാന വാക്കാണ് അല്ലെ? ആർഭാടം കാണിക്കുന്ന ആൾക്കാർക്കുള്ള മറുപടി കൂടിയാണ് ഈ കഥ. ആസ്വാദനത്തിന് അവസാനം എഴുതണം. ആർഭാടം, സ്വാർത്ഥത, പണത്തിൻ്റെ പിറകെയുള്ള ഒരു യാത്ര, കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത വ്യക്തികൾ, ഇവരൊക്കെ ഈ കഥ എന്താണ് എടുത്തിട്ട് അലക്കുന്നുണ്ട്, എടുത്തിട്ട് പരാമർശിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. അത്തരത്തിൽ ഇന്നത്തെ കാലത്ത് പ്രകൃതിയെ സംരക്ഷിക്കാനും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ കഥയാണ് ഇത് മക്കളെ. നമ്മുടെ മണ്ണും മനുഷ്യനും ടി പത്മനാഭൻ്റെ. അനേകം പേർക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ആ ബംഗ്ലാവിൽ അയാൾ സജ്ജമാക്കി. മുറ്റത്ത് നിറയെ ഇൻ്റർലോക്കും പിന്നീട് മാർബിളും വിധാനിച്ചു. വീടിന് മുമ്പിലും പിമ്പിലും ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം മുറിച്ചൊഴിവാക്കി. കാറ്റും വെളിച്ചവും യഥേഷ്ടം കിട്ടുന്ന രീതിയിലാക്കി. സ്വർണ്ണവർണ്ണമുള്ള ചെമ്പകമരം അപൂർവമായ അനുഭൂതി സമ്മാനിച്ചിരുന്നു. അതിൻ്റെ ഒരു ശിഖരം മാത്രം ബാക്കി വെച്ചു. ആ നൊമ്പര കാഴ്ച കഥാകൃത്തിനെ വ്യാകുലനാക്കി. കഥാകൃത്ത് പ്രകൃതിയോടാണെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? നമ്മുടെ കഥാകൃത്ത് പ്രകൃതിയോടാണെങ്കിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രമാണ്. എന്നാൽ KU നായരോ പ്രകൃതി ഇല്ലായ്മ ചെയ്ത് സുഖ സൗകര്യത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രമായി മാറുന്നു. പെൻഷൻ പറ്റി വിശ്രമ ജീവിതം നയിക്കാൻ തുടങ്ങുന്ന കഥാകൃത്ത് ശിഷ്ടകാലം ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചും കവിതകൾ വായിച്ച് ആസ്വദിച്ചും പ്രകൃതി ലാവണ്യങ്ങൾ ആസ്വദിച്ചും ജീവിക്കുന്നു അല്ലേ? നമ്മുടെ കഥാകൃത്ത് പ്രകൃതിയെ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ KU നായർ പ്രകൃതിയെ എതിർത്തുകൊണ്ട് ജീവിക്കുന്ന കഥാപാത്രമായി മാറുകയാണ്. KU നായർ ഒന്നിലേറെ രാജ്യങ്ങളിൽ വ്യവസായം വളർത്തിയും ഒന്നിലേറെ വീടുകൾ പണിയിച്ചും മക്കളെ അമേരിക്കയിലെ സർവകലാശാലകളിൽ പഠിപ്പിച്ചും സമ്പത്തും പ്രൗഢിയും വിളിച്ചറിയിച്ചും ജീവിക്കുന്നു. വിദ്യാഭ്യാസത്തെ തുടർന്ന് മികച്ച ജോലികൾ കണ്ടെത്തി അമേരിക്കയിൽ വിവാഹം കഴിച്ച് ജീവിക്കാൻ മക്കൾ തീരുമാനിക്കുന്നു. അവസാനം മക്കൾ വിദേശത്ത് താമസിക്കാൻ തീരുമാനിക്കുമ്പോൾ KU നായർ ഇവിടെ ഒറ്റപ്പെടുന്ന കഥാപാത്രമായും മാറുന്നുണ്ട്. ഇനി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നില്ല എന്നറിയുന്നതോടെ നാട്ടിൽ മടങ്ങുന്നതിലൂടെ KU നായരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നു. അവസാനം മക്കൾ നാട്ടിലോട്ട് വരുന്നില്ല എന്നറിയുമ്പോൾ ഒരു വേദനിക്കുന്ന പിതാവായി ആര്? KU നായർ മാറുന്നുണ്ട്. അപ്പോൾ മക്കളാൽ ഒറ്റപ്പെട്ട കഥാപാത്രത്തിൻ്റെ വിഷമവും പറയുന്ന കഥ കൂടിയാണ് ഏത് നമ്മുടെ ആ മണ്ണും മനുഷ്യനും. പ്രതീക്ഷകൾ അസ്തമിക്കുന്നു. കഥാകൃത്ത് അടുത്ത പ്രഭാതത്തെ ഉന്മേഷത്തോടെ നോക്കിക്കാണുന്നു. KU നായർ അടുത്ത പ്രഭാതം കാണാൻ കാത്തു നിൽക്കാതെ വീട് വിട്ടു പോകുന്നു. അല്ലേ മക്കളെ, ഈ ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഇവിടെ പ്രകടമാക്കുന്നത്. എല്ലാ സുഖ സൗകര്യങ്ങളും ജീവിച്ച് വളർന്ന KU നായർ അവസാനം മക്കളാൽ ഒറ്റപ്പെട്ട വിഷമം പേറിക്കൊണ്ട് നാട് വിട്ടു പോകുന്നതിലൂടെ കഥ അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കഥയിൽ പരാമർശിക്കുന്നത് കുടുംബ ബന്ധത്തിൻ്റെയും പ്രകൃതിയുടെയും പ്രാധാന്യമൊക്കെ തന്നെയാണ്. ടി പത്മനാഭൻ്റെ കഥകളിലെ ഭാഷ സൗമ്യവും സുന്ദരവുമാണ്. അതുകൊണ്ട് തന്നെ സൗമ്യവും സുന്ദരവുമായ ഭാഷയിൽ എഴുതിയ കഥയാണ് ഇത് മക്കളെ നമ്മുടെ മണ്ണും മനുഷ്യനും. അത് മറന്നു പോകരുത്. ലളിത മനോഹരമായ വർണ്ണനകളും ആഖ്യാന രീതികളും കഥയെ ചേതോഹരമാക്കുന്നു. നല്ല വർണ്ണനയും രചനാ രീതി കൊണ്ടും സമ്പന്നമാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത്. മരങ്ങൾ മുറിച്ച് മാറ്റി മണ്ണിൻ്റെ നാശത്തിന് വഴിവെക്കുന്ന പ്രവർത്തനങ്ങൾ കഥയുടെ ഭാഗമാണെങ്കിലും അതൊക്കെ ആസ്വാദകരെ നൊമ്പരപ്പെടുത്തും. അവസാനം ഈ ഒരു കഥ അവസാനിക്കുമ്പോൾ ആസ്വാദകനും അല്ലെ വായനക്കാരനും സങ്കടമുണ്ടാകുന്നു. ആ KU നായർ അനുഭവിച്ച വിഷമം കാണുമ്പോൾ, ആ KU നായരുടെ ജീവിതം കാണുമ്പോൾ ആസ്വാദകർക്കും കണ്ണിന് വിഷമം വരികയാണ്. പക്ഷേ അതേപോലെ തന്നെ KU നായർ ആ പ്രകൃതിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് അവിടെ വലിയ വലിയ കോൺക്രീറ്റ് മണിമാളികകളും ഇൻ്റർലോക്കും ടൈൽസും ആകുമ്പോഴും നമ്മുടെ ഹൃദയം ഒന്ന് വേദനിക്കുകയാണ്. പ്രകൃതിയെ വേദനിപ്പിക്കരുത്, പ്രകൃതിയെ ചേർത്ത് പിടിക്കണം. അതേപോലെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം.
വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, അയൽവാസികളെ സ്നേഹിക്കണം, നല്ല പുസ്തക പ്രേമികളാകണം, ജീവിതത്തിൽ വലിയ ആർഭാടങ്ങൾ കാണിക്കാതെ ലളിതമായ ജീവിതം കഴിക്കണം, ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോകാതെ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കെയോ നായർ നാട്ടിൽ താമസിക്കാൻ വരുമ്പം വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഷെഫിനെ കൊണ്ടുവരും, കുക്കിനെ അവിടുത്തെ വലിയ ഫുഡ് ആക്കി കഴിക്കുക. പക്ഷെ നമ്മൾ എഴുത്തുകാരനോ കഞ്ഞിയും പയറും കടുമാങ്ങ അച്ചാറൊക്കെ കഴിക്കുന്നു. അത്തരം നാടൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം. ഒരു നാടൻ മനുഷ്യനായി ജീവിക്കണം. പ്രകൃതിയെയും മനുഷ്യനെയും അറിഞ്ഞ് ജീവിക്കുക, മണ്ണിനെയും മനുഷ്യനെയും അറിഞ്ഞ് ജീവിക്കുക എന്ന് വ്യക്തമാക്കുന്ന മനോഹരമായ ടി പത്മനാഭൻ്റെ കഥയാണ് മണ്ണും മനുഷ്യനും. ഈ കഥയിൽ നിന്നും ഒരു ആസ്വാദനക്കുറിപ്പ് ചോദിച്ചാൽ എൻ്റെ മക്കൾ ഉഷാറായി എഴുതില്ലടാ, എഴുതും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എക്സാമിന് എല്ലാവിധ ആശംസകളും. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.